യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായ ജോർജിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോണത്. അബുദാബിയിൽ നിന്നും കുട്ടൈസിലേക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. UAE-യിലുള്ള ഒരു ട്രാവൽ ഏജൻസി മുഖേനയാണ് നമ്മൾ ജോർജിയയിലേക്ക് വന്നത്. 4 മലയാളീസും ഒരു പഞ്ചാബിയും പിന്നെ ഒരു UAE പൗരനുമായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലെ അംഗങ്ങൾ. ഇന്ത്യക്കാരൻ്റെ ഇടയിൽ ഒരു ട്രിപ്പിന് UAE പൗരനെ ആദ്യമായിട്ടാണ് കാണുന്നത്. മുൻപ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ജോർജിയ സോവിയറ്റ് യൂണിയൻ പിളർന്നതോടെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറി. കുട്ടൈസിൽ നിന്നും ജോർജിയയിലേക്ക് കാർ വഴിയായിരുന്നു യാത്ര. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു മലയാളി വ്ളോഗർ ഉണ്ടായിരുന്നു. അങ്ങേരുടെ പേരായിരുന്നു അജി. പെട്ടെന്ന് വികസിച്ചു വരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് കാണുന്ന ജോർജിയ. ഇവിടുത്തെ പ്രശസ്ത നഗരവും പുരാതന സിറ്റിയാണ് ടിബ്ലിസി. ഇവിടെയാണ് കൂടുതൽ ടൂറിസ്റ്റുകളും വന്നു പോകുന്നത്. ഇക്കാണുന്ന ടിബിലിസിലെ പഴയ നഗരത്തിന് വൈവിധ്യമാർന്ന വാസ്തുശില്പിക്കും കേബിൾ സ്റ്റോൺ തെരുവുകൾക്കും പേരുകേട്ട നഗരമാണ് ടിബിലിസി. പുരാതന ലിഖിതമായ ചിറോക്കി അക്ഷരമാല കണ്ടുപിടിച്ചത് ഈ ജോർജിയയിൽ നിന്നാണ്. ഇവിടുത്തെ തെരുവുകളിൽ കൂടുതലും പട്ടികൾ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ കിട്ടും. ഓരോ വർഷവും ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ നല്ല വർധനവുണ്ട്. നമ്മൾ ചെന്ന സമയം സീസൺ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ മരങ്ങളുടെ ഇലയെല്ലാം പൊഴിയാൻ തുടങ്ങി. അതേപോലെ തന്നെ കളറും ചേഞ്ച് ആവാൻ തുടങ്ങി. പർവ്വതങ്ങൾക്ക് പേരുകേട്ട രാജ്യമാണ് ജോർജിയ. രാജ്യത്തിൻ്റെ വടക്കും തെക്കുമുള്ള അതിർത്തികൾ റഷ്യ, തുർക്കി, അർമേനിയ, അസർബൈജാൻ എന്നീ രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകവും പുരാതന പാലിയോലിക് കാലഘട്ടത്തിൻ്റെ അവശിഷ്ടവും ഇവിടെ ഒരു കൗതുകമാണ്. 4-ാം നൂറ്റാണ്ടിലാണ് ഇവിടുത്തെ മതത്തിൻ്റെ വ്യാപനം. ക്രിസ്ത്യൻ രാജ്യം ആയതുകൊണ്ട് ഇവിടെ വൈനിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ 1000 വർഷം മുമ്പുള്ള വൈൻ ശാഖകളെല്ലാം നമുക്കൊരു കൗതുകമാണ് ഇവിടെ. ഇവിടുത്തെ ഏത് ചെറിയ കടയിൽ പോലും മദ്യം സുലഭമായി കിട്ടും. ഞങ്ങളെ എയർപോർട്ടിൽ പിക്കപ്പ് ചെയ്യാൻ വന്നത് ടിബ്ലിസിലെ ജോർജ് ആയിരുന്നു. ഇവിടുത്തെ ഒരു ലോക്കൽ പൗരനായിരുന്നു ജോർജ്. കുട്ടൈസി എയർപോർട്ടിൽ നിന്നും ജോർജിയയിലേക്ക് 200 കിലോമീറ്റർ ഉണ്ട്. മൂന്നര മണിക്കൂർ എടുത്തു കുട്ടൈസിൽ നിന്നും ജോർജിയയിലേക്ക് വരാൻ ഞങ്ങൾക്ക്. ജോർജിയയുടെ മെയിൻ ഇൻകം കൃഷിയിലും അതേപോലെ തന്നെ ടൂറിസ്റ്റിലുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ചെന്ന സമയം അവിടെ സീസണിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ 5-നും 10-നും ഇടയിൽ ഉണ്ടായിരുന്നു. എല്ലാവരും കോട്ടിട്ടിട്ടായിരുന്നു വെളിയിൽ പോകുന്നത്. ഏഷ്യയിലെ കുറച്ച് രാജ്യങ്ങളിലൊന്നും പൊതുവെ യൂറോപ്യൻസിന് അത്ര താല്പര്യമില്ല. അതിൽ നമ്മുടെ രാജ്യം പെടും. അവിടുത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലും ബിഹേവിയറിലും നമ്മൾ എത്ര താല്പര്യമുണ്ടെന്ന് ഞാൻ കുറച്ച് മനസ്സിലാക്കി അവിടെ നിന്ന്. ഇന്ത്യയെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ കുട്ടൈസി എയർപോർട്ടിൽ നിന്നും അവിടുത്തെ ഒരു ആളിനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ചോദിച്ചത് ഇന്ത്യക്കാരനായതുകൊണ്ട് മാന്യമായ രീതിയിലായിരുന്നു ഒരു മറുപടി തന്നത്. പക്ഷെ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ട് ഇന്ത്യൻസിന്. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യവും അവരുടെ ബോഡി ലാംഗ്വേജും ഒന്നായിരുന്നു.